Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. എല്ലാവരും അത് നോക്കിയോ, പഠിച്ചോ, വായിച്ചോ? വായിച്ചു മനസ്സിലാക്കിയോ? നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് കസ്റ്റമർ നീഡ്സ്? കാരുണ്യ, കസ്റ്റമർ നീഡ്സ് എന്താ? വാട്ട് ഈസ് കസ്റ്റമർ നീഡ്സ്? കാരുണ്യോടാട്ടോ ചോദിക്കുന്നേ. മിസ് ഒരു മിനിറ്റ് മിസ്. ഓരോ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇതും നീഡ്സും ഡിഫറൻസ് ആയിരിക്കും. അവർക്ക് എന്താണോ ചാപ്റ്റർ 8 ആണ് കേട്ടോ, ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, വേറെ ആരെങ്കിലും ഒരാള് പറയാമോ? അത് പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല മാം, പറഞ്ഞോ. അവർക്ക് കൃത്യമായിട്ടുള്ള ഗുഡ്സോ ഗുഡ്സോ സർവീസസോ അതിന് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആവാം. അതാണ് കസ്റ്റമർ നീഡ്സ്. അത് ഓരോ കസ്റ്റമറിനനുസരിച്ച് ഡിഫറൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങള് എല്ലാരും വായിച്ചിട്ട് വിശ്വസിക്കുന്നു. നമ്മള് അടുത്തൊരു ടോപ്പിക് എടുക്കും. ആ ടോപ്പിക്കിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് തരും കേട്ടോ. ഓക്കെ, അതായത് ഈ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ വായിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളിത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലാണ് ഒരു ജോലി കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം ഈ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്യാം, നമുക്ക് നോട്ട് എഴുതാം. ഓക്കെ ആണോ? റെഡി ആണോ? സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഇനി പറയാനായിട്ട് പോകുന്നത് CRM കേട്ടോ. വാട്ട് ഈസ് CRM എന്ന് നമുക്ക് നോക്കാം. CRM എന്ന് പറഞ്ഞാല് ഇവിടെ താഴെയിട്ട് കൊടുത്തിട്ടുണ്ട്, 2 സെന്റൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. As the name indicates, CRM software is a system for managing relationship with the customers. CRM എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്. ഓക്കെ, ഇത് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹോസ്പിറ്റൽ വിഭാഗം എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? Healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third parties. Okay, അതായത് ഹെൽത്ത് കെയറിൽ, ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്? CRM സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? അതായത് ഒരു പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഡീറ്റെയിൽസ്, അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാത്തരം വിവരങ്ങളും, ആ പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാത്തരം വിവരങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയറിലാണ്.
ഓക്കെ. അതുകൂടാതെ ഒരു തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുന്നതും ഈ ഒരു CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, പേഷ്യന്റിന്റെ എല്ലാത്തരം വിവരങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് CRM സോഫ്റ്റ്വെയറിലാണ്. കൂടാതെ പുറത്തു നിന്ന് ഒരാള് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പാടില്ല, അത് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അത് കാണാനോ അതിലുള്ള വിവരങ്ങൾ അറിയാനോ പറ്റാറില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പാടില്ല. ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് ആ പേഷ്യന്റിന്റെ രേഖകള് സൂക്ഷിച്ചു വെക്കുന്നത് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ. നമുക്കറിയാം, അതായത് ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റും അതുപോലെ ആ ഹോസ്പിറ്റലും തമ്മില് അവര് മാത്രമാണ് ആ ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുക, പേഷ്യന്റിനും അതുപോലെ ഹോസ്പിറ്റൽ വിഭാഗത്തിനും. മറ്റൊരാൾ കയറി എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഹാക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഡാറ്റ സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. എന്താണ് CRM എന്ന് പറഞ്ഞു, ഹെൽത്ത് കെയറിൽ CRM എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. 2 ക്ലിയർ ആണോ? 2 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. CRM എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഡാറ്റാബേസ് വിവരങ്ങൾ ശേഖരിക്കുന്നു, അതുപോലെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം വരുന്നത് നോക്കാം. The CRM medical software can easily provide the information required to the patients through text, phone calls, or email from anywhere, anytime. Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. CRM in healthcare not only stores patient contact information, but it also gives a comprehensive overview of their medical history, appointments, and prescriptions. As well, in short, the availability of medical CRM helps the healthcare industry to offer instant service, solution, and improve the overall performance of the hospital. അതായത് CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കുക? ഒന്നുകിൽ ടെക്സ്റ്റ് അല്ലെ, SMS വഴിയോ, അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയോ, അതുമല്ലെങ്കിൽ ഇമെയിൽ സന്ദേശങ്ങൾ മുഖേനയോ ആണ് എന്ത് ചെയ്യുക, CRM സോഫ്റ്റ്വെയർ വഴി ഹോസ്പിറ്റൽസ് പേഷ്യൻസിന് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് സ്ഥലകാലങ്ങളിൽ, അതായത് നമുക്ക് എവിടെയുള്ള പേഷ്യൻസ് ആയാലും, ചിലപ്പോൾ വിദേശത്തുള്ള പേഷ്യൻസ് ആയിരിക്കാം, ഇനി എങ്ങനെയുള്ള ടൈം ആയാലും, അർദ്ധരാത്രി എന്നോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലം എന്നോ ഒന്നുമില്ല, ഡേ എന്നോ നൈറ്റ് എന്നോ ഒന്നുമില്ല, എവിടെയായാലും എന്ത് ചെയ്യാം, ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എവിടെയായാലും എപ്പോൾ വേണമെങ്കിലും പേഷ്യന്റിലേക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഒരു പോയിന്റ് കേട്ടോ. അപ്പോ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ടെക്സ്റ്റിലൂടെയോ ഫോൺ കോൾസിലൂടെയോ ഇമെയിലിലൂടെയോ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ, അതായത് പേഷ്യന്റിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ മാത്രമല്ല, മറിച്ച് ഒരു മാർക്കറ്റിംഗ് മെഷർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് കൂടി ഈ ഒരു CRM സോഫ്റ്റ്വെയറിനെ ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, CRM സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10,000 രൂപ എമൗണ്ട് വരുന്ന ഒരു ഹെൽത്ത് ചെക്കപ്പ്, ഓക്കെ, കേവലം ഒരു 2,000 രൂപയ്ക്ക് ഒരു ഹോസ്പിറ്റലിലെ അവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന എല്ലാ പേഷ്യൻസിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഹോസ്പിറ്റലുകാര്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജ് പാസ് ചെയ്യുമോ അല്ലെ? എങ്ങനെയാണ്? അതായത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണ്. അതായത് പേഷ്യൻസിനെ
അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 10,000 രൂപയുടെ ഹെൽത്ത് ചെക്കപ്പ് 2,000 രൂപയ്ക്ക് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞാല് അവിടെയുള്ള എല്ലാവിധം ഒരുവിധ പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അല്ലെ. അത് പേഷ്യൻസിലേക്ക് മാത്രമല്ല, പേഷ്യൻസ് വഴി പേഷ്യന്റ് റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ ആ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, CRM സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് CRM in healthcare not only stores patient contact information but it also gives a comprehensive overview of their medical history, appointments and prescription. ഇനി CRM സോഫ്റ്റ്വെയറില് പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അയാളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് മാത്രമല്ല റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ്, അദ്ദേഹം കാണിച്ചുള്ള ഡോക്ടറുടെ അതായത് കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്, പിന്നെ അദ്ദേഹം കഴിച്ചിട്ടുള്ള മരുന്നുകൾ, മെഡിക്കേഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ എന്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, CRM സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് പറയുന്നുണ്ട് as well in short, the availability of medical CRM helps the healthcare industry to offer instant service solution and improve the overall performance of the hospital. ചുരുക്കി പറയുവാണെങ്കിൽ മെഡിക്കൽ CRM അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മെഡിക്കൽ ഫീൽഡില് ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് CRM സോഫ്റ്റ്വെയർ. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് പെട്ടെന്ന് തന്നെയുള്ള ഒരു സേവനം ലഭ്യമാകും. ആർക്കാണ്? രോഗികൾക്ക്. ഇപ്പൊ പെട്ടെന്ന് തന്നെ, അതായത് രോഗി ഇപ്പൊ പെട്ടെന്ന് ഒരു ഫോൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു SMS ഇടുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതൊരു മെസ്സേജിലൂടെയാവാം, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയാവാം, അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശം വഴിയാവാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സർവീസ് പെട്ടെന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സൊല്യൂഷന് അതിനും എന്ത് സഹായിക്കുന്നുണ്ട്, CRM സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രകടനം, പെർഫോമൻസിന് സഹായിക്കുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്, CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രണ്ട് ഓഫീസിലെ എല്ലാ തരം പ്രവർത്തനങ്ങളും നടത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഞാൻ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം. CRM എന്ന് പറഞ്ഞാല് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM. ഇതില് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അതുകൂടാതെ തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ, എന്തുവഴിയാണ്, എങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്? അതായത് രോഗികൾക്ക് ടെക്സ്റ്റിലൂടെയും അതുപോലെ തന്നെ ഫോൺ കോൾസിലൂടെയും ഇമെയിൽ വഴിയും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിരിക്കുന്നത്, മറിച്ച് മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് സർവീസ് കൊടുക്കുന്ന ഒന്നാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ്, ദെൻ ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത് CRM സോഫ്റ്റ്വെയർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് എന്താണെന്ന്. CRM സോഫ്റ്റ്വെയറിന്റെ നേട്ടങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് നോക്കി എന്താ പറയുന്നത്, കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ can do all the tasks in relation with the managing appointments. അതായത്
ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രോഗി അതായത് കൺസൾട്ടേഷന് മുമ്പായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒട്ടുമിക്ക രോഗികളും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ. അപ്പോ പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് നാളെ നമുക്കൊരു ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കാം. ഓക്കെ, പിന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കും അല്ലെ. ആ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും സെക്യൂർ ആയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഏത് സോഫ്റ്റ്വെയറിലാണ്? CRM സോഫ്റ്റ്വെയറിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്, അപ്പോയിന്റ്മെന്റ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. A hospital or private practice has many departments that must work in agreement to provide the best patient experience. അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് നൽകണമെങ്കിൽ, പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവണം അല്ലെ. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങള് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, അവർ തമ്മിലൊരു കോർഡിനേഷനിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗിക്ക് ബെസ്റ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കാം. അപ്പോ ഫ്രണ്ട് ഓഫീസ് ഏരിയ എന്ന് പറയുന്നത് പേഷ്യന്റ് ആദ്യം വരുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അതായത് ഫസ്റ്റ് പോയിന്റ് ആണത്. പക്ഷെ അതിന് പിന്നിലാണ് എന്തുള്ളത്, കൺസൾട്ടേഷൻ റൂം ആയാലും ഫാർമസി ആയാലും ഓപ്പറേഷൻ തിയേറ്റർ ആയാലും എവിടെയാണുള്ളത്, ബാക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് വരുന്നത്. അപ്പോ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഫ്രണ്ട് ഓഫീസിൽ കണക്ട് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ രോഗി എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ രോഗി വന്ന് ചോദിക്കുകയാണ് ഇന്ന ഒരു ഡോക്ടർക്ക് എത്ര നമ്പറായി അല്ലെങ്കിൽ എത്ര ഒപ്പിച്ചിട്ട് അല്ലെങ്കിൽ എത്ര കൺസൾട്ടേഷൻ ആയി, നമ്പർ എത്രയാണ്, എത്ര രോഗികളെ നോക്കിക്കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് കൃത്യമായിട്ട് അതിന് മറുപടി പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇപ്പൊ ബാക്ക് ഓഫീസിൽ നടക്കുന്ന, അതായത് കൺസൾട്ടേഷൻ റൂമിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് എന്ത് പറയാനായിട്ട് പറ്റുക, പേഷ്യന്റ് ചോദിച്ചത് റിപ്ലൈ പറയാനായിട്ട് പറ്റുക അല്ലെ. അപ്പോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോർഡിനേഷൻ നടക്കുന്നു. അതായത് ബാക്ക് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യുന്നു. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment manufacturing. അതായത് CRM സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പ്രയോജനകരമാകുന്ന, അതായത് ബെനിഫിഷ്യൽ ആകുന്ന റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രയോജനം ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം അല്ലെ. അത് ചിലപ്പോ പേഷ്യന്റിന്റെ റിക്വസ്റ്റ് ആകാം അല്ലെ, അഭ്യർത്ഥനകളാകാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കംപ്ലൈന്റ്സ് ആവാം, പരാതികളാവാം, അല്ലെങ്കിൽ എന്താ പറയാ റെഫറൽസ് ആകാം, അതുമല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് തകരാറിലായി എന്ന് വിചാരിക്കാം. പേഷ്യന്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് എന്ത് ചെയ്യും, അത് കംപ്ലൈന്റ് ചെയ്യും അല്ലെ. അതായത് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് അറിയിക്കും അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇതിനകത്താണ്, CRM സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, അപ്പൊ CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. ഇത് പേഷ്യന്റിന്റെ റിക്വസ്റ്റ് ആയാലും അവരുടെ കംപ്ലൈന്റ്സ് ആയാലും ഇന്റേണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളായാലും ഒക്കെ അത് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു CRM സോഫ്റ്റ്വെയറിലാണ് കേട്ടോ. ദെൻ നാലാമത്തെ പോയിന്റ്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ or private practice can automate their calendars with the CRM software. അതായത്
ടൈം സേവ് ചെയ്യുന്നു. അതുകൂടാതെ വിഭവങ്ങള്, റിസോഴ്സസ്, അതിനകത്ത് സ്റ്റാഫുകൾ വരാം, ഡോക്ടർമാർ വരാം, നേഴ്സ് വരാം, ഇവരൊക്കെ എന്താ പറയാ, റിസോഴ്സസ് എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഇവരുടെ, അതായത് ഈ റിസോഴ്സസും അതുപോലെ ടൈം എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? അതായത് ഈ ഡോക്ടർമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട ടൈമാണ് ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഡോക്ടേഴ്സും, ചില ഡോക്ടർമാർ എന്ത് ചെയ്യും, പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ചില ഹോസ്പിറ്റലിലേക്ക് കൺസൾട്ടേഷൻ ആയിട്ട് വരും, അല്ലെ? അപ്പൊ അവരുടെ കൺസൾട്ടേഷൻ ഡേറ്റ് എന്നാണ്, അതിന്റെ ടൈം എപ്പോഴാണ് അവർ പരിശോധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങള് CRM സോഫ്റ്റ്വെയറിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് കലണ്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതായത് ഇപ്പൊ ഒരു ഡോക്ടർ, ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു കാർഡിയാക് ആയിട്ടുള്ള ഒരു സർജൻ ആണെന്ന് വിചാരിക്കുക, കാർഡിയാക് സർജൻ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം പുറത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് എന്തുള്ളത്, അദ്ദേഹത്തിന്റെ സേവന്മാര് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ്, റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലുകളിലെ പിശകുകള് അഥവാ തെറ്റുകള് കുറയ്ക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. അതെങ്ങനെയാ? അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോവാണ്. പോകാൻ നേരത്താണ് നമുക്ക് ബില്ല് കയ്യിൽ കിട്ടുന്നത്, അല്ലെ? ആ സമയമാണ് നമ്മൾ ചെന്ന് ബില്ല് അടയ്ക്കുന്നത്. ഈ ബില്ലുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമുണ്ട്, അല്ലെ? ബില്ലുകൾ നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞ പഠിച്ചതാണ്. ബില്ലുകൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് നമ്മളെ അറിയിക്കുന്നത് ബില്ല് അടയ്ക്കാനായിട്ട്, അല്ലെ? ബില്ലുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് CRM സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്യും. ഇന്ന ബില്ലില് പിശക് വന്നിട്ടുണ്ട്, അവിടെ ഒരു റെഡ് മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈനോ കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബില്ലിൽ പിശകുണ്ടെന്ന് CRM സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ പേഷ്യന്റിലേക്ക് തെറ്റായ ബിൽ എത്തുന്നതിന് മുമ്പായിട്ട് CRM സോഫ്റ്റ്വെയർ ആ ബില്ലിലെ പിശകുകള് റെഡ്യൂസ് ചെയ്യും, കേട്ടോ? ഓക്കെ, ഫൈനൽ ബില്ല് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തെറ്റ് തിരുത്തുന്നത്. ഓക്കെ, സിക്സ്ത് വൺ, improve communication. Email automation or SMS make sure that timely responses are sent to a patient inbox after they take action in some way. Okay, അതായത് ആശയവിനിമയം സഹായിക്കുന്നു, ആശയവിനിമയത്തെ ഇംപ്രൂവ് ചെയ്യുന്നു. എങ്ങനെയാണത്? അതായത് പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? അതിപ്പോ ഹോസ്പിറ്റലും പേഷ്യന്റുമായിട്ടുള്ളതൊന്നുമില്ല, സാധാരണ രണ്ട് വ്യക്തികൾ ആണെങ്കിലും എന്താണ്, അവര് തമ്മിൽ നല്ലൊരു റിലേഷൻ സ്ഥാപിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക, അല്ലെ? ആ ഫ്രണ്ട്സുമായിട്ട് നമ്മൾക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു റിലേഷൻ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ പിന്നെ ആ റിലേഷൻ പതിയെ ഇല്ലാണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, എപ്പോഴും പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. അവരെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ അവരെ SMS-ലൂടെയോ എപ്പോഴും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് അപ്ഡേറ്റ് ചെയ്യണം. അതായത് അവർക്ക് എപ്പോഴും അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ അവരുടെ ഇൻബോക്സിലേക്ക് ധാരാളം മെസ്സേജുകൾ വരികയും അവർ ഓർമ്മപ്പെടുത്തൽ, അതായത് ആ പേഷ്യന്റിനെ ആയാലും ഓരോരോ കാര്യങ്ങളിൽ ഓർമ്മയുണ്ടാവുകയും പിന്നീട് ആ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കേട്ടോ. Then seventh one, CRM software will allow you to segment your patients based on their health issues, location, age, gender. Okay. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ CRM സോഫ്റ്റ്വെയർ സോർട്ട് ഔട്ട് ചെയ്യുന്നു. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്, കേട്ടാ. സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? അത് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസിന്റെ ബേസിലാവാം സോർട്ട് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷന്റെ ബേസിലാവാം, ഹെൽത്ത് ഇഷ്യൂസ് ലൊക്കേഷന്റെ ബേസിലാവാം, ദെൻ ഏജിന്റെ ബേസിലാവാം, ജെൻഡറിന്റെ ബേസിലാവാം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ
ഒരു ഹോസ്പിറ്റലില് ക്യാൻസർ എന്ന ട്രീറ്റ്മെന്റ് നടത്തുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യാൻസർ പേഷ്യൻസിനെ മൊത്തം ഒരു ടേബിളിൽ എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഒരു ഹോസ്പിറ്റലിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു ടേബിളിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നു. ദെൻ അടുത്തത് ജെൻഡർ ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ സ്ത്രീകളും പുരുഷന്മാരും ചികിത്സിക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ഇത്ര അല്ലെങ്കിൽ സ്ത്രീകൾ എത്ര എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ അതായത് ഇങ്ങനെ തരംതിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. വേറൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു സ്ലിപ്പ് തരുമല്ലോ, നമ്മുടെ OP നമ്പർ, നമ്മുടെ പേര് സഹിതമുള്ള ഒരു സ്ലിപ്പ് ചെറുത് തരും അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് അത് തരുന്നത്. നമ്മൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മുടെ ഫയൽ നമ്പർ വീണ്ടെടുക്കാൻ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് എന്ത് തരുന്നത്, ആ ഒരു സ്ലിപ്പ് തരുന്നത് അല്ലെ. ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ പോലും എടുത്തു വെച്ചിട്ടില്ല, യാതൊരു നിർവാഹവും ഇല്ല ആ ഒരു OP നമ്പർ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ചെന്ന് പറയും എന്റെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാണ്. അപ്പൊ അവര് എന്ത് പറയും, എടുക്കാൻ പറ്റില്ല എന്ന് പറയോ? അവര് പറയില്ല അല്ലെ. പകരം അവര് നമ്മളോട് മൊബൈൽ നമ്പർ ചോദിക്കും നമ്മുടെ അല്ലെ. അപ്പൊ നമ്മൾ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ, നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കുമ്പോ തന്നെ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഈ ഒരു കണക്ഷൻ, അതായത് ആ മൊബൈൽ നമ്പറുമായിട്ട് ആ ഒരു റെക്കോർഡിനെ കണക്ട് ചെയ്യുന്നതും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, then last point, it also connects a front office and a back office function. ഞാൻ നേരത്തെ പറഞ്ഞതാണിത്, അത് വീണ്ടും വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഓഫീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും ബാക്ക് ഓഫീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലാണ് എന്തെങ്കിലും അന്വേഷണങ്ങൾക്കായിട്ടൊക്കെ പോകുന്നത് അല്ലെ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളാണ്. അതായത് ആ ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാകും. ഇത് അറിഞ്ഞിരിക്കണമെങ്കിൽ ഒരു കണക്ഷൻ വേണം അല്ലെ. ബാക്ക് ഓഫീസും ഫ്രണ്ട് ഓഫീസും ആയിട്ട് ഒരു കണക്ഷൻ വേണം. ഈ കണക്ഷൻ സാധ്യമാക്കുന്നത് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയാ നിങ്ങള് CRM സോഫ്റ്റ്വെയർക്ക് ഒരു സാമ്പിള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങള്? പേഷ്യന്റിന്റെ നെയിം, ജെൻഡർ, അതുപോലെ തന്നെ എല്ലാത്തരം സിറ്റി, സ്റ്റേറ്റ്, പിന്നെ മെഡിക്കേഷൻ, അതുപോലെ ഡോക്ടറിന്റെ നെയിം, അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോയിന്റ്മെന്റ്. നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ, ഒട്ടും തന്നെ പേടിക്കേണ്ട. നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടറിലെ MS വേർഡ്, MS എക്സൽ, പവർ പോയിന്റ് ഫങ്ഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് മറ്റും ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും കേട്ടോ. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യാം, നോട്ട് എഴുതാം അല്ലെ. റെഡി ആണോ നോട്ട് എഴുതാനായിട്ട്? ഓക്കെ, അപ്പൊ എഴുതാം. ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹെഡിങ് കൊടുക്കുക. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. ഫസ്റ്റ് പോയിന്റ് എഴുതാം. The front office staff is responsible for
receiving and greeting the patients, receiving and greeting the patients, and visitors, and visitors. ഒന്നുകൂടി പറയാം കേട്ടോ. The front office staff is responsible for receiving and greeting the patients, receiving and greeting the patients and visitors. എഴുതി കഴിഞ്ഞോ? Okay. Then രണ്ടാമത്തെ point, they attend phone calls. They attend phone calls. Answer enquiries. Answer enquiries. And assist patients. And assist patients in filling up documents. In filling up documents. They attend phone calls, answer enquiries, and assist patients in filling up documents. Finish ചെയ്തോ? കഴിഞ്ഞോ? Okay. The next point, കേട്ടോ. The front desk staff, the front desk staff play a very dynamic role. Play a very dynamic role in canvassing image of the hospital. Image of the hospital. ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. The front desk staff play a very dynamic role in canvassing image of the hospital. Again. കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. The next point. The front desk staff is a first point of contact. First point of contact. കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പേഷ്യൻസ് വരുമ്പോൾ ആദ്യം കാണുന്നത് അവരെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നത് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ആണ്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഈസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അടുത്തത് വരുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ സ്കിൽസ് ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഒന്ന് ഹെഡിങ് കൊടുക്കാം. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് സ്കിൽസ്. ഓക്കെ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ആദ്യത്തെ സ്കില്ല് വേണ്ടത്? ലിസ്ണർ. ശരിയാണ്, ലിസ്ണർ ആയിരിക്കണം. ഒരു കേൾവിക്കാരി അല്ലെങ്കിൽ കേൾവിക്കാരനായിരിക്കണം.
ഡോണ്ട് ഗെറ്റ് ആംഗ്രി, ദേഷ്യപ്പെടാൻ പാടില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ലൊരു ആശയവിനിമയം വേണം. ശരിയാണ്, ഇതൊക്കെ വരുന്നുണ്ട്. സ്മൈല് വേണം, ശരിയാണ്, ചിരിച്ച മുഖത്തോടു കൂടി വേണം നമ്മളോട് സംസാരിക്കാൻ. പിന്നെ വിസിറ്റേഴ്സിനെ എൻക്വയറി ക്ലിയർ ചെയ്യണം, ലാംഗ്വേജ് വേണം, പേഷ്യൻസ് വേണം, ബിഹേവിയർ വേണം, ഓക്കെ, കോർഡിനേഷൻ വേണം. ശരിയാണ്, ഇതൊക്കെ വേണം. പക്ഷേ ആദ്യം ആൾക്ക് വേണ്ടത് പ്രൊഫഷണലിസം ആണ് കേട്ടോ. ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം ആണ് കേട്ടോ. പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എങ്ങനെയാണ് ഒരാളെ നമ്മള് പ്രൊഫഷണലി സ്കിൽഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അയാൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ഒരു പോയിന്റ് എഴുതാം. ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ്നെസ് ആണ് കേട്ടോ. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത. സ്പെല്ലിംഗ് പറയാം. PROM TNESS. PROMTNESS, പ്രോംപ്റ്റ്നെസ്. ഓക്കെ, കൃത്യത. അതാണ് രണ്ടാമത്തെ ഒരു സ്കിൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞാല് കോർട്ടസി. കോർട്ടസി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താ മീനിങ് കോർട്ടസിയുടെ? കമന്റ് ചെയ്ത് ഒന്ന്. കോർട്ടസി എന്താ? കോർട്ടസി എന്താ? വിനയം അല്ലെ? വിനയമാണ് കോർട്ടസി ആയിട്ട് വരുന്നത് കേട്ടോ. വിനയം, കോർട്ടസി. COURTESY, കോർട്ടസി. ദെൻ നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ടീം വർക്ക് ആണ്. അതായത് ഒരു കൂട്ടായ പ്രവർത്തനം, അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ദൃശ്യമാകുന്നതിലൂടെ നമുക്ക് സ്കിൽഡ് ആണ്. അതായത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം, അതായത് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം കോർഡിനേഷനിലൂടെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ 4 എണ്ണം പറഞ്ഞു. 1 പ്രൊഫഷണലിസം, 2 പ്രോംപ്റ്റ്നെസ്, 3 കോർട്ടസി, ആൻഡ് ദെൻ 4th one is ടീം വർക്ക്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഓക്കെ. ഇനി നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് പ്രൊഫഷണലിസം. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആവാൻ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാ വരിക? ഒരാള് പ്രൊഫഷണലി സ്കിൽഡ് ആണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കഴിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് കമന്റ് ചെയ്ത്. പ്രൊഫഷണലി സ്കിൽഡ് ആണെന്ന് നമുക്ക് തോന്നണം. വിഷ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, വിഷ് ചെയ്യാം. എഡ്യൂക്കേഷൻ വേണം. ശരിയാണ്, എഡ്യൂക്കേഷൻ വേണം. ആദ്യം നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ പ്രൊഫഷണലിസം പ്രകടിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. ഓക്കെ, ധാരാളം രോഗികളാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ? പലതരത്തിലുള്ള മെന്റാലിറ്റി ഉള്ളവരാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ടത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് വേണ്ടത് കേട്ടോ. എന്തിനേയും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കണം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അയാളെ വെൽക്കം ചെയ്യുന്നതെങ്കിൽ അയാളിലേക്കും ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഫസ്റ്റ് വേണ്ടത്. ദെൻ രണ്ടാമത്തേത് എന്ന് പറയുന്നത് അറ്റന്റീവ് ആണ്. അറ്റന്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അറ്റന്റീവ് എങ്ങനെയാണ് ഒരാൾക്ക് നമ്മളോട് എന്താ പറയാ? ഒരാൾ അറ്റന്റീവ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? എങ്ങനെയാണ് മനസ്സിലാക്കുക ആൾ അറ്റന്റീവ് ആണെന്ന്? നമ്മളൊരു സ്റ്റാഫിന്റെ അടുത്ത് ചെല്ലാണ് ഹോസ്പിറ്റലിൽ, ആൾ ഭയങ്കര അറ്റന്റീവ് ആണെന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും? എങ്ങനെയാ മനസ്സിലാവുക? കമന്റ് ചെയ്തേ വേഗം. എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങൾക്ക് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടോന്ന് ഞാനത് നോക്കട്ടെ. എങ്ങനെയാണ് മനസ്സിലാവുക ഒരാൾ അറ്റന്റീവ് ആണെന്ന്? നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ചിന്തിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററില്.
കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതിനേക്കാൾ ഉപരി കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അറ്റൻറ്റീവില് വരുന്നത് ബിഹേവിയർ ഒക്കെ ആണെന്നിരുന്നാലും അറ്റൻറ്റീവില് വരുന്നത് ലിസൺ ആൻഡ് കെയർ ആണ് കേട്ടോ. ഒരാളെ കേൾക്കുക, അയാളെ കെയർ ചെയ്യുക, അതാണ് അറ്റൻറ്റീവ് ആയിരിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറ്റൻറ്റീവ് മീൻസ് ലിസൺ ആൻഡ് കെയർ. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് കേട്ടോ. ഫ്രണ്ട്ലി അപ്രോച്ച്, ഒരാളോട് ഫ്രണ്ട്ലി അപ്രോച്ച് ആയിട്ട് പെരുമാറാന്ന് പറഞ്ഞാല് ബിഹേവിയർ ആണ്, എന്നിരുന്നാലും നിരീക്ഷിക്കുകയാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട്ലി അപ്രോച്ചില് അതൊന്ന് എഴുതുക. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. അതായത് ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, അതായത് അവര് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായത് വരില്ല അല്ലെ. അവര് പല ആക്ഷൻസ് ഒക്കെ കാണിക്കും അല്ലെ നമ്മളോട്. അപ്പം അവര് കാണിക്കുന്ന ആക്ഷൻസിലൂടെയൊക്കെ നമുക്ക് അവരുടെ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമ്മള് മനസ്സിലാക്കണം, അതല്ലേ, മനസ്സിലാക്കി എടുക്കണം. ഇത് നമുക്ക് സാധിക്കുന്നത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെയാണ്. ഓക്കെ, അതായത് അവരുടെ ഭാഷ നമുക്ക് മനസ്സിലായി. ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി വന്നു കഴിഞ്ഞാല് അയാളുടെ ഭാഷ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അയാളോട് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യണം, പെരുമാറാം. ഓക്കെ, അപ്പൊ വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഐ കോണ്ടാക്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഐ കോണ്ടാക്ട് എന്താണ്, അതായത് ആളുകളോട് ഫേസ് ടു ഫേസ് എന്താണ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഐ കോണ്ടാക്ട് എഴുതുക കേട്ടോ. Then next point, learning to say no with courtesy and confidence. Learning to say no with courtesy and confidence. എന്താ ഇവിടെ പറയുന്നേ, അതായത് കോർട്ടസി, കോർട്ടസി എന്ന് പറഞ്ഞാൽ വിനയം അല്ലെ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആരെങ്കിലും ഒരു കാര്യം നമ്മളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്കത് അറിയില്ല എങ്കില് വിനയത്തോടു കൂടി, അതായത് കോർട്ടസിയോട് കൂടി, കോൺഫിഡന്റോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നോ പറയാൻ പഠിക്കുക. ഓക്കെ, നമുക്കിപ്പോ ഒരു പേഷ്യന്റ് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ചിലപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും വന്ന് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് അയാൾ ദേഷ്യപ്പെടുന്ന ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യപ്പെടുന്ന ഒരു നേച്ചർ ആണെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, ആ ഡോക്ടർ വന്നിട്ടില്ലല്ലോ, ഇത്ര നേരമായിട്ട് വന്നിട്ടില്ലല്ലോ, എന്താണ് ഇത്ര നേരമായിട്ട് വരാത്തത്, ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പൊ എനിക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭയങ്കര ചൂടായിട്ട് അയാള് എന്താണോ പറയുന്നത് ആ ടോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പാടില്ല അല്ലെ. എന്താ പറയേണ്ടത്, എനിക്ക് കാര്യമായിട്ട് വ്യക്തമായിട്ട് ഒരു ധാരണയില്ല, അന്വേഷിച്ച് പറയാമെന്ന് എന്ത് ചെയ്യണം, നമ്മള് റിപ്ലൈ ചെയ്യണം അല്ലെ. എന്നാണ് കോർട്ടസി എന്ന് പറയും. അതുപോലെ തന്നെ കോൺഫിഡൻസോട് കൂടി നമ്മൾ പറയണം. നമുക്കൊരു കാര്യം അറിയില്ല അല്ലെങ്കിൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലെ. നമ്മുടെ ഫേസിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റി ഒരാള് വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഇപ്പൊ നോ എന്ന് നമ്മൾ പറയണം അല്ലെ. അപ്പൊ നമ്മൾ പറയുമ്പോ തന്നെ നമ്മളൊന്ന് ഡൗൺ ആയിട്ടാണ് എന്ത് ചെയ്യുക, ആ നോ പറയുക. മറിച്ച് നമ്മൾ യെസ് എന്നാണ് നമ്മുടെ മറുപടി എങ്കില് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ വിടരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഓക്കെ, അപ്പോ ഇല്ല എന്നുള്ള മറുപടി നിങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നോ എന്നുള്ള മറുപടി, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളൊരു റിപ്ലൈ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അത് കോൺഫിഡൻസോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, then ഇപ്പോ learning to say no with courtesy and confidence. Then ഇതിനകത്ത് വരുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് use names whenever possible. Use names
whenever possible. അതായത് ആളുകളുടെ പേരുപയോഗിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പേരുപയോഗിച്ച് എന്ത് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക. ഇത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്, ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. എല്ലാവരുടെയും പേര് നമ്മൾക്ക് ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. എന്നിരുന്നാലും സ്ഥിരമായിട്ട് ചില പേഷ്യൻസ് എപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ അവരുടെയൊക്കെ പേര് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അപ്പൊ കഴിവതും പേരുകൾ എന്ത് ചെയ്യണം, പേഷ്യൻസിന്റെ പേരുകള് ഉപയോഗിച്ചിട്ട് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം, അല്ലെ? ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് വിചാരിക്കാം. ഞാൻ ഇടക്കിടക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ എന്റെ പേര് അശ്വതി എന്നാണല്ലോ. അപ്പോ അശ്വതി മാഡം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ എന്റെ തന്നെ പേര് അശ്വതി എന്നോ അങ്ങനെയുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാം. അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഞാനാണല്ലോ. അപ്പൊ എനിക്കൊരു തോന്നൽ വരും, ആ കുട്ടി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്, എനിക്ക് അറ്റൻഷൻ തരുന്നുണ്ട് എന്നൊരു തിങ്കിങ് അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പേര് ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. യൂസ് നെയിംസ് whenever possible. യൂസ് നെയിംസ് whenever possible. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വർക്ക് എത്തിക്സ് ആണ് കേട്ടോ. ഒരു ഹെഡിങ് കൊടുക്കാം, വർക്ക് എത്തിക്സ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അതിനകത്ത് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ വർക്ക് എത്തിക്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ, പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി ആണ് വേണ്ടത് വർക്ക് എത്തിക്സിൽ. അതായത് കൃത്യനിഷ്ഠത വേണം, അല്ലെ? എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി ഇപ്പൊ നമ്മുടെ ടൈം നമുക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്തിന് ഒരു 5-10 മിനിറ്റ് തന്നെ എന്ത് ചെയ്യണം, നമ്മള് ഹോസ്പിറ്റലിൽ എത്തിച്ചേരേണ്ടതുണ്ട്, അല്ലെ? പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പൊ അതൊക്കെ ചെയ്ത് ആ ഒരു 8 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ 9 മണിക്കോ 11 മണിക്കോ ആണ് ഡ്യൂട്ടി തുടങ്ങുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് തുടങ്ങാം. അതാണ് പങ്ക്ച്വാലിറ്റി കേട്ടോ, കൃത്യസമയം. ദെൻ നെക്സ്റ്റ് വൺ, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് കേട്ടോ, ടൈം മാനേജ്മെന്റ്. ഓക്കെ, പലർക്കും പല ഷിഫ്റ്റുകളൊക്കെ ആയിരിക്കും തരുന്നത്. ചിലർക്ക് കോർഡിനേഷൻ ഉണ്ടാവും, വാർഡിൽ കോർഡിനേഷൻ ഉണ്ടാവും, അതായത് ഫ്രണ്ട് ഓഫീസിൽ കോർഡിനേഷൻ ഉണ്ടാവും, മൈസൂരിൽ കോർഡിനേഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ജോലികള്, അതായത് ഇന്ന ജോലികൾ കഴിഞ്ഞിട്ട് അടുത്ത ജോലി, അങ്ങനെ ഓരോന്നിനും ഓരോ സമയ ക്രമീകരണം, ടൈം മാനേജ്മെന്റ് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ജോലികള് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തത് മാനേജ് മൾട്ടി ടാസ്കിങ് കേട്ടോ. മാനേജ് മൾട്ടി ടാസ്കിങ് അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിൽ അറിയാം, ഡോക്ടർക്കായാലും നഴ്സുമാർക്കായാലും അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ആണ് ഉണ്ടാവുക. ഡോക്ടർമാർക്കാണെങ്കിൽ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യണം, നഴ്സുമാർക്കാണെങ്കിൽ അവരെ കെയർ ചെയ്യണം. പക്ഷെ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ജോലികളാണ് ഉണ്ടാവുക അറ്റ് എ ടൈം. അതായത് ഒരു സമയത്ത് തന്നെ അവർ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നു, വരുന്ന പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നു, ദെൻ ഫയലുകൾ പാസ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ഒരു സമയത്ത് തന്നെയാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ മൾട്ടി ടാസ്കിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫ് ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യുന്നു. ഹെഡിങ് വർക്ക് എത്തിക്സ് എന്നാണ് കേട്ടോ, വർക്ക് എത്തിക്സ്. ഓക്കെ, മാനേജ് മൾട്ടി ടാസ്കിങ്. ദെൻ നാലാമത്തെ പോയിന്റ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. അതായത് മുകളിൽ നിന്നുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ആര് പ്രവർത്തിക്കുന്നത്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്, അല്ലെ? അതായത് മുകളിൽ നിന്ന് ആളുകളുടെ കമാൻഡ് സ്വീകരിച്ചിട്ട് ഒരു ശൃംഖല പോലെ എന്ത് ചെയ്യുന്നു, ഒരു ചെയിൻ പോലെ പ്രവർത്തിച്ച് വരുന്നു. അപ്പൊ വർക്ക് എത്തിക്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ്, മാനേജ് മൾട്ടി ടാസ്കിങ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഓക്കെ, എല്ലാരും എഴുതിയോ?
പ്രൊഫഷണലിസത്തിന്റെ ഫസ്റ്റ് പോയിന്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ നോട്ടിലോട്ട് തന്നെ വരാം. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ട് എഴുതാൻ, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം കേട്ടോ, വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും. ഇത്രയും വായിച്ചു മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കിയത് നിങ്ങള് സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു CRM സോഫ്റ്റ്വെയറിന്റെ. നെക്സ്റ്റ് വൺ, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. അതായത് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ആളുകളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് തിരിച്ചറിയുകയും ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ ഫങ്ഷൻ ആണ് എന്ത്? പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. അതായത് കസ്റ്റമറിന്റെ കംപ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാരണം കണ്ടെത്തുക. ഓക്കെ, ഒരു കൂട്ടം രോഗികൾക്ക് ചിലപ്പോ ഒരു കംപ്ലൈന്റ് ആയിരിക്കും പറയാനുള്ളത് അല്ലെ. ഒരു കൂട്ടം രോഗികള് സ്ഥിരമായിട്ട് ഒരു കംപ്ലൈന്റ് തന്നെയാണ് പറയുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ അതിന്റെ പിറകിൽ ഉണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൂട്ടം രോഗികൾ വന്നിട്ട് പറയാണ് ഫാർമസിയിൽ നിന്ന് നേരാവണ്ണം മരുന്നുകൾ ലഭിക്കുന്നില്ല, കുറെ നേരം ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫാർമസിയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ വന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഫാർമസിയിൽ ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും അവിടെയുള്ള ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത് സ്ലോ ആയിട്ടായിരിക്കാം ചിലപ്പോ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു കുറവാണ് അല്ലെ. അപ്പൊ അത് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ ആളുകളല്ല, ധാരാളം ആളുകൾ ഒരേ കംപ്ലൈന്റ് തന്നെ പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും, അത് കണ്ടെത്തണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാനുള്ള പുതിയ പുതിയ ടെക്നിക്സുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതായത് ആളുകളെ, അതായത് ഇപ്പൊ നമ്മള് ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ ഷോപ്പൊക്കെ കാണുമ്പോൾ ടെക്സ്റ്റൈൽസിനൊക്കെ മുമ്പായിട്ട് ഒരിങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, ആടി സെയില്, ഓണം സെയില്, അങ്ങനെയൊക്കെ പറഞ്ഞ ധാരാളം ഫ്ലെക്സുകൾ അവിടെ കാണാനായിട്ട് പറ്റും. ഇതെന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോ ഇതുപോലെ തന്നെ അതായത് കസ്റ്റമറുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അവരെ ഹോസ്പിറ്റലുകളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പുതിയ പുതിയ ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ചില ഓരോ ഹോസ്പിറ്റലിലും ഓരോ പോളിസികളുണ്ട്, ഓരോരോ പോളിസികളുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ കൂടുതൽ ടെക്നിക്സുകൾ യൂസ് ചെയ്യും. ഓക്കെ, ഫോർത്ത് പോയിന്റ്, assess your communication style and use two-way communication skills to level with the people, to accept feedback from them and to discuss problems. എപ്പോഴും ഒരു two-way communication ആയിരിക്കണം ഫ്രണ്ട് ഓഫീസർ നിലനിർത്തേണ്ടത്. two-way communication എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് one-way communication അല്ലെ. കാരണം എന്താ? ഞാൻ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങള് സംസാരിക്കുന്നേ ഇല്ല. കാരണം എന്താ? ഞാനിവിടെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് പറയണം എന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ ഇത് പോസിബിൾ അല്ല. കാരണം എന്താ? പേഷ്യൻസിന് പറയാനുള്ള കാര്യങ്ങളും കൂടി കേട്ടിട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിച്ച് അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻസ് കൊടുക്കുക. അതാണ് എന്ത്? two-way communication എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എപ്പോഴും ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫീഡ്ബാക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. Then last point, identify specific problems in your customer service program and apply treatment. ഓക്കെ, അതായത് കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അതിനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അല്ലെ? അപ്പൊ എന്റെ ടീച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, എന്തെങ്കിലും ഒരു അപാകത ടീച്ചിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓഫീസിൽ കോൺടാക്ട് ചെയ്യും, അല്ലെ? അശ്വതി ടീച്ചറിന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയും, അല്ലെ? അപ്പൊ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യും? ഇത് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ഓഫീസിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വരും, ടീച്ചർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതെന്താണ് അതിന്റെ കാരണം? അങ്ങനെ കാരണം ഉണ്ടെങ്കിൽ അത് ആ കാരണത്തെ കണ്ടെത്തി അത് സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറയും, അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഈ ഒരു വിവരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് എന്റെ ടീച്ചിങ് സ്റ്റൈല് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്റെ ഭാഗത്ത് നിന്ന് ഇംപ്രൂവ്മെന്റ് നടത്താനായിട്ട് ഞാൻ ശ്രമിക്കുക, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും ഒരു അപാകത തോന്നിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അത് മുകളിലുള്ള ഭരണാധികാരികളെ അറിയിക്കുകയും ആ ഒരു സ്റ്റാഫിന് ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അവര് തന്നെ ചെയ്യും. അതായത് ഒരു എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, ആ സ്റ്റാഫിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനായിട്ട് അവര് തന്നെ ശ്രമിക്കണം. അതിനെയാണ് അവിടെ പറയുന്നത് അപ്ലൈ ട്രീറ്റ്മെന്റ് എന്ന് കേട്ടോ. രോഗം ഭേദമാക്കുന്നത് പോലെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ നികത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണ് മാം. പ്രൊഫഷണലിസത്തിന്റെ പോയിന്റുകൾ പറഞ്ഞില്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ലാസ്റ്റ് പറയാന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. അത് എഴുതിയോ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എഴുതി. അറ്റൻറ്റീവ്, ലിസൺ ആൻഡ് കെയർ കേട്ടോ. അറ്റൻറ്റീവിന്റെ നേരെ ഒരു ഹൈഫൺ ഇടാ, എന്നിട്ട് എഴുതാ ലിസൺ ആൻഡ് കെയർ. ഓക്കെ. മൂന്നാമത്തേത് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. Fourth one, eye contact. Fifth one, learning to say no with courtesy and confidence. Learning to say no with courtesy and confidence. Okay. Then last point, use names whenever possible. Use names whenever possible. Okay, thank you, Miss. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും? നോ മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നന്നായിട്ട് വായിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതലും. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം അവിടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടോ. ഓക്കെ. അതൊക്കെ ഞങ്ങൾ ജോലി ക്ലിയർ ആയാൽ മതി. എന്താണ് റംല? ഓക്കെ മാം എന്ന് പറഞ്ഞതാ. ഓക്കെ മാം എന്ന് പറയണത്, അതൊന്നും പറഞ്ഞില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.